ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ 24-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സഹജീവനവും സഹവർത്തിത്വവുമാണല്ലോ അതിജീവനത്തിൻ്റെ ആധാരശില. ഞങ്ങളുടെ വീടും പരിസരത്തുള്ള എക്കോസിസ്റ്റവും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. മനുഷ്യൻ്റെയും പക്ഷിമൃഗാദികളുടെയും സസ്യജാലങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര പൂരകങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല. ചരാചരങ്ങൾ എന്ന തരത്തിലാണല്ലോ ഭൂമിയിലെ ജീവജാലങ്ങളെ വേർതിരിക്കുന്നത്. എന്നെ കണ്ടാലുള്ള അഭിവാദ്യം ഇങ്ങനെയാണ്: ഇത് റോക്കി, വയസ്സ് 12, ഞങ്ങളുടെ വീട്ടിലെ അരുമകളിൽ ഒരാൾ. പ്രായത്തിൻ്റെ അസ്കിതകളൊന്നുമില്ല. നാടോടിയായ ഒരമ്മ ഞങ്ങളെ ഏൽപ്പിച്ചു പോയതാണ് ഇവനെ. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. വായിൽ തോന്നിയത് കോതക്ക് പാട്ട് അത്ര തന്നെ. തിന്നുക, ഉറങ്ങുക, ഉറങ്ങുക, തിന്നുക, ഇത് തന്നെ പ്രധാന തൊഴിൽ. നട്ടുവളർത്തുന്നവയിൽ ഇവിടുത്തെ ഇളമുറക്കാരി. പേര് വിയറ്റ്നാം ഏർലി. പെട്ടെന്ന് കായ്ക്കും, നല്ല മധുരമുള്ള ചുവന്ന ചുളകൾ. ആറളം ഫാമിൽ നിന്ന് കൊണ്ടുവന്ന തേൻവരിക്ക. വയസ്സ് 7, കായ്ച്ചു തുടങ്ങിയിട്ട് 5 വർഷമായി. ഇരുമ്പൻ പുളി, ചിലുമ്പൻ പുളി, വിലുമ്പിക്ക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കക്ഷിയാണിത്. മീൻകറിയിൽ മാങ്ങക്ക് പകരം ഉപയോഗിക്കാം. ഉണക്കി സൂക്ഷിക്കാം, ഒരുപാട് ദിവസം വേണമെന്നേയുള്ളൂ. കൊളസ്ട്രോൾ കുറക്കും. ആസിഡ് കണ്ടന്റ് കൂടുതലുള്ളതിനാൽ ഒരുപാട് കഴിക്കാൻ പാടില്ല. പൂത്ത് കായ്ച്ചു തുടങ്ങിയ കാലമാണിപ്പോൾ. തായ്ലൻഡ് ചാമ്പയാണ് ഈ കാണുന്നത്. കടും ചുവപ്പ് നിറത്തിൽ വലിയ കായകളായിരിക്കും. ചവർപ്പും പുളിയും കുറഞ്ഞ് നല്ല മധുരം. പ്രായം 6, കായ്ച്ചു തുടങ്ങിയിട്ട് 5 വർഷം. ഇവൻ ആളൊരു VIP ആണ്. പേര് റംബുട്ടാൻ. പേര് കേട്ടിട്ട് ഭൂട്ടാനിൽ നിന്ന് വന്നവനാണെന്നും വിചാരിക്കണ്ട, എങ്കിലും വിദേശിയാണ്. ഇവൻ്റെ പഴം കാണുമ്പോൾ ഓർമ്മ വരിക കൊറോണ വൈറസിനെയാണ്. പിന്നെ പണ്ട് സയൻസ് ക്ലാസ്സിൽ പഠിച്ച അമീബയെയും. പഴത്തിന് കിലോയ്ക്ക് 350 രൂപ വരെ വിലയുണ്ട് ഇപ്പോൾ. 2ാമത്തെ വർഷം തന്നെ കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 6 വർഷം പ്രായമുണ്ട്. ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമൊക്കെയുള്ള വെറൈറ്റികൾ ലഭ്യമാണ്. ഇളനീർ കാമ്പ് പോലെയുള്ള ഉൾഭാഗമാണ് കഴിക്കേണ്ടത്. 6 വയസ്സായ മോഹിത് നഗർ കവുങ്ങാണിത്. 2ാമത്തെ വർഷം തന്നെ കായ്ച്ചു തുടങ്ങി. നല്ല കായ്ഫലമുള്ള ഇനമാണ്. കൊട്ടടക്കയ്ക്ക് വലിപ്പവും തൂക്കവും കൂടും. പരിശുദ്ധമായ ചടങ്ങുകൾക്ക് തെങ്ങിൻ പൂങ്കുലയും കവുങ്ങിൻ പൂക്കുലയും അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഉൽപാദനം കൂടുതലുണ്ടെങ്കിലും അടക്കയുടെ വിപണി കേരളത്തിന് പുറത്താണ്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ. വെറ്റിലയും അടക്കയും വിശുദ്ധ ചടങ്ങിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അൽഫോൺസ ഇനത്തിൽപ്പെട്ട മാവാണിത്. നന്നായി കായ്ക്കും. പ്രത്യേക മണവും രുചിയുമാണ് മാങ്ങകൾക്ക്. ഇവനാണ് പ്രസിദ്ധമായ കുറ്റ്യാട്ടൂർ മാവ്. ഭൗമ സൂചികയിൽ ഇടം നേടിയ ബിരുദൻ. മണ്ണ് കുറഞ്ഞതും അടിഭാഗം പാറ നിറഞ്ഞതുമായ നല്ല വെയിലുള്ള സ്ഥലമാണ് ഇവനിഷ്ടം. ഇത് സാധാരണ പേര. ഇടത്തരം വലിപ്പമുള്ള മഞ്ഞ നിറത്തിലുള്ള കായകളാണിതിന്. നല്ല മധുരമുണ്ടാവും. കിലോ പേര എന്ന് വിളിക്കുന്ന പേര ഇനമാണിത്. കൊണ്ടുവന്നത് ആറളം ഫാമിൽ നിന്നാണ്. ഒരു ഉരിച്ച തേങ്ങ അഥവാ പൊതിച്ച തേങ്ങയുടെ വലിപ്പമുണ്ടാവും ഇതിൻ്റെ കായക്ക്. മൂത്ത് പാകമായാലും ഇളം പച്ച നിറമായിരിക്കും. മെക്സിക്കൻ ചീര എന്നാണ് ഇവൻ്റെ പേര്. തോരനുണ്ടാക്കാൻ ഏറ്റവും നല്ല ഐറ്റമാണ്. ഇത് മൾബറി ചെടി, പട്ടുനൂൽപ്പുഴുക്കളുടെ ഇഷ്ട ഭക്ഷണം. പാകമായി കറുത്ത നിറത്തിലുള്ള ഇതിൻ്റെ പഴം നല്ല രുചികരമാണ്. പേരമരവുമായി ചങ്ങാത്തം കൂടിയിരിക്കുകയാണ് ഈ നാരകം. കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അച്ചാറിടാനും നാരങ്ങക്കറി ഉണ്ടാക്കാനുമാണ് ഇത് ഉപയോഗിക്കുക. മഴ മാറിയതുകൊണ്ട് കോവലിൻ്റെ വള്ളികൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാട്ടുതകരയാണ്. തോരനുണ്ടാക്കാൻ ഇത്രയും നല്ല ഇലച്ചെടി വേറെയൊന്നില്ല. പുതുതായി വിരിഞ്ഞു വരുന്ന പോളകൾക്കുള്ളിൽ നല്ല നറുതേനുണ്ടാകും. കുഞ്ഞുനാളിൽ അണ്ണാർക്കണ്ണനും വവ്വാലുകളും വരുന്നതിന് മുമ്പേ
ഞങ്ങൾ അത് കവർന്നെടുക്കും. കൂവ ഫൈബർ റിച്ചായ ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കസ്തൂരി മഞ്ഞളാണ് ഇത്. മുഖകാന്തി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇത് വളർത്തുക. മഴക്കാലം വന്നതോടെ തീർത്തും അവശയായിപ്പോയി ഞങ്ങളുടെ പയർച്ചെടികൾ. ആയുർവേദത്തിലെ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കാണുന്നത്. പേര് ശതാവരി. പല ആയുർവേദ മരുന്നുകളിലെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ഇടത്തരം ജലദോഷത്തിനും പനിക്കും കൺകണ്ട ഔഷധമാണ് ഈ കാണുന്നത്. പേര് പനിക്കൂർക്ക. കരിന്തുളസി അല്ലെങ്കിൽ കൃഷ്ണതുളസിയാണ് ഈ കാണുന്നത്. ജലദോഷത്തിന് ഏറ്റവും നല്ല ഔഷധം. നീലിയമരി എന്ന ഔഷധച്ചെടിയാണ് ഈ കാണുന്നത്. ഇതിട്ട് കാച്ചിയ എണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ മുടി നരക്കുന്നത് കുറക്കാം. ചൊറിയണം, കൊടിത്തൂവ, ആനക്കൊടുത്ത എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണിത്. ഇത് വറുത്ത് തോരനായി കഴിക്കാവുന്നതാണ്. തൊട്ടാൽ ചൊറിച്ചിലുണ്ടാക്കുമെങ്കിലും പേരുകേട്ട ഒരു സിദ്ധൌഷധമാണ് കൊടിത്തൂവ. ചർമ്മരോഗ ചികിത്സയ്ക്കാണ് ഇത് ഉപയോഗിക്കുക. വിഷപ്പച്ച എന്ന് വിളിക്കുന്ന അതിവിശിഷ്ടമായ ചെടിയാണ് ഈ കാണുന്നത്. തേള്, ചിലന്തി മുതലായ വിഷജീവികൾ കടിച്ചാൽ അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. വളരെ പ്രസിദ്ധനായ ഒരാളാണ് ഈ നിൽക്കുന്നത്. പേര് ആര്യവേപ്പ്. മഴക്കാലം തുടങ്ങിയാൽ ഇലയൊക്കെ പൊഴിച്ച് ഞാനൊന്നും അറിയില്ലേ എന്ന മട്ടിൽ ഒരു നിൽപ്പാണ്. മഴ കുറഞ്ഞു വരുമ്പോൾ ഇതുപോലെ തളിർത്തു വരും. കൃമികീടങ്ങളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് വേപ്പിൻ പിണ്ണാക്കും വേപ്പെണ്ണയും. ഈ കാണുന്നത് കാട്ടുനെല്ലി അല്ലെങ്കിൽ മരുന്ന് നെല്ലി. ഒട്ടേറെ ഔഷധ മൂല്യമുള്ള കുഞ്ഞൻ നെല്ലിക്കയാണിത്. മറ്റു തരം നെല്ലിക്ക കടും പച്ച നിറത്തിലാണ് ഉണ്ടാവുക. എന്നാൽ ഈ നെല്ലിക്ക ഒരൽപ്പം റോസ് കലർന്ന നിറത്തിലായിരിക്കും. ഒരംശം ദേശത്ത് മുഴുവനായി പടർന്ന് പന്തലിച്ചങ്ങനെ നിൽപ്പാണ് ഇദ്ദേഹം. ജ്യൂസ് കടകളിൽ ചിക്കു ഷേക്ക് എന്ന ഓമന പേരിൽ കിട്ടുന്ന സപ്പോട്ട ആണിത്. അതിമധുരമാണ് ഇതിൻ്റെ പഴങ്ങൾക്ക്. ഞാനും ഇവിടെയുണ്ടേ എന്ന മട്ടിൽ ഒരു കുഞ്ഞൻ ചെറുനാരകം ഇവിടെ നിൽപ്പുണ്ട്. കർക്കിടക വാവിന് അകത്തൂട്ട് നടത്താൻ ഒരു ചക്കയെങ്കിലും ബാക്കിയാവണേ എന്ന് പണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ചക്കപ്രഥമൻ ഉണ്ടാക്കാൻ. എന്നാൽ കർക്കിടം കഴിഞ്ഞു ചിങ്ങമാസമായി, എന്നിട്ടും ചക്ക ബാക്കിയുണ്ട്. ഏതുമായി ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷനാണ് ചക്കക്കുരു. ഏറ്റവും ഇഷ്ടപ്പെട്ട തോരൻ ഇതുകൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏത് കാലത്ത് നോക്കിയാലും വലിയ തരം ഒരു നെല്ലിക്ക നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ബഡ് ചെയ്ത തൈയാണ്. ഒരു വർഷം കൊണ്ട് തന്നെ പൂത്തു തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ വർഷം നന്നായി കായ്ച്ചു തുടങ്ങി. ഇങ്ങനെ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും തുടങ്ങിയതിൻ്റെ കാരണമായി തോന്നുന്നത് ആ സമയത്ത് 4-5 മുയലുകളെ വളർത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മൂത്രം ട്രേയിൽ ശേഖരിച്ച് വെള്ളമൊഴിച്ച് നേർപ്പിച്ച് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മണിമണിയായുള്ള മുയൽക്കാഷ്ടം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുമായിരുന്നു. ഇത് ചെടികളുടെയും മരങ്ങളുടെയും വളർച്ച വളരെ വേഗത്തിലാക്കുന്നതായി കണ്ടിട്ടുണ്ട്. കൂടാതെ ഇവ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പറിച്ചെടുത്ത നെല്ലിക്ക, നാടൻ നെല്ലിക്ക ഉപ്പിലിടലാണ് അടുത്ത പരിപാടി. പണ്ടുകാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് പവിത്രാട്ടൻ്റെയൊക്കെ പീടികയിൽ നിന്ന് വാങ്ങിക്കഴിച്ച ഉപ്പിലിട്ട നെല്ലിക്കയുടെ ഓർമ്മ മനസ്സിൽ നിന്ന് പോയിട്ടേയില്ല. അതിൻ്റെ രുചി നാവിൽ നിന്ന് മാഞ്ഞു പോയിട്ടേയില്ല. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കൽ, ഗൃഹാതുരത്വമുള്ള ആ ഓർമ്മ പുതുക്കലാണ് ഇന്നിവിടെ ചെയ്യുന്നത്. നെല്ലിക്ക ഒരു 15ഓളം നെല്ലിക്ക, 15-16 നെല്ലിക്ക അങ്ങനെ ഈ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പിട്ടു. ഉപ്പിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച മുളക്, പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർക്കുക. കാന്താരി ഉണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. കാന്താരി ഇല്ലാത്തതുകൊണ്ട്
അതിനുശേഷം പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളത്തിന് പകരം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നെല്ലിക്ക മുങ്ങുന്ന പാകത്തിൽ വെള്ളം ഒഴിക്കണം. അതൊഴിച്ച് അടച്ചു വെക്കുക. ഇതിൻ്റെ മൂടി കൊണ്ട് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരാഴ്ചയോളം വെച്ചതിന് ശേഷം മുളകും ഉപ്പുമൊക്കെ ഇതിന് നന്നായി പിടിച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.